ഹായ്, ഞാനിപ്പോൾ കുറേ നാൾ കൂടി ഇപ്പോൾ സുഖമില്ലാതായ പിന്നെ മഴവിൽ പോയിട്ടില്ല. അപ്പോൾ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സുധി എന്താണ് മഴവിൽ കാണുന്നില്ലല്ലോ, പോകാത്ത എന്താണ്, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, കാണാൻ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻറ്റ്സ് എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളത്തെ റെസ്റ്റിന് ശേഷം ഞാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും കരുതലും പ്രാർത്ഥനയും കൊണ്ടാണ് ഞാൻ ഇതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എനിക്ക് വേണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ സുണ്ടപ്പനെ ആക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ കൊണ്ടുപോവാണ്. ഹായ് കൊടുക്ക് സുണ്ട്, ഹായ് കൊടുക്ക് സുണ്ട്, ഹായ് 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 കൊടുക്കും. ചാട അടിക്കല്ലേ. ടാറ്റ. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി ഞാൻ പ്രോഗ്രാം ഗ്രൂം ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള അംഗമായിരിക്കും അവിടെ നടക്കാൻ പോണത്. കാരണം സുണ്ടപ്പം മര്യാദ ക്രിക്കറ്റില്ല, ഓട്ടമായിരിക്കും. അല്ല ഉണ്ടു. അപ്പോൾ സുണ്ടുവിനെ കാണണമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുണ്ടപ്പനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. നമുക്ക് കാണാം. ഇനി അവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതൊക്കെ എടുത്തോട്ടെ. വീടരുതേ. പിന്നെ ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ മഴവിൽ മനോരമയിൽ പിന്നെ പ്രോഗ്രാം ചെയ്യാൻ വന്നിരിക്കുകയാണ്. സുഖമില്ലായ്മയൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1-2 മാസമായി കാണില്ലേ ചേട്ടേ. അതിന് ശേഷമാണ് ഇപ്പം ഞാൻ പ്രോഗ്രാം ചെയ്യാൻ വരുന്നത്. അപ്പോൾ കുഞ്ഞപ്പനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കാനും എടുക്കാനൊക്കെ ആയിട്ട് ഇവിടിങ്ങനെ ഓട്ടി നടക്കുക. കണ്ട പിരിവിരുത്ത് നടക്കുന്ന സമയത്ത് എന്നെക്കൊണ്ട് നടക്കില്ല എല്ലാം കൂടി. അപ്പോൾ ചേട്ടായി അപ്പോൾ ഇന്ന് ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് പണിക്ക് പോകാതെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് വിടാതിരിക്കാൻ വേണ്ടി ഞാൻ അഡ്വാൻസേ പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ പേര്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അർച്ചന എന്നാണ് പേര്, കൊല്ലത്താണ് വീട്. അതൊക്കെ അവൾ ടീച്ചേഴ്സായിട്ട് പറയും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവിടെ പേരായിട്ട് കിട്ടിയതായിരുന്നു. അപ്പോൾ ഇവിടെ ധർമ്മൻ ചേട്ടൻ ഗസ്റ്റായിട്ട് വന്ന സമയത്തായിരുന്നു. ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് മറിഞ്ഞു പോയ സ്കിറ്റായിരുന്നു അത്. അപ്പോൾ അതൊക്കെ അന്ന് പോയതാണ്. പിന്നെ നമ്മൾ ഇന്നാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ് ഉറുമ്പിനെ കുഞ്ഞ് കടിക്കരുത് കേട്ടോ. ഉറുമ്പാലെ വെറുതെ പൊക്കോട്ടെ, കുഞ്ഞവനെ കടിക്കരുത് കേട്ടോ. ആയിക്കോ. അപ്പോൾ അവിടെ പേര് ഡീറ്റെയിൽസൊക്കെ അവൾ തന്നെ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ പേരാണ്, ഇനി മുന്നോട്ടുള്ള പേരാണ് കേട്ടോ. പറഞ്ഞു പോയി ഇവർക്ക്. എൻ്റെ പേര് അർച്ചന എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ പട്ടാഴി എന്നൊരു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഞാൻ പിന്നെ ഇതുപോലെ സീസൺ ഫസ്റ്റിൽ എനിക്ക് ഈ പ്രോഗ്രാമിൽ വരണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ പരിശ്രമിച്ച് നടന്നില്ല. അവസാനം വിളിച്ചു വന്നു. അങ്ങനെ ആദ്യത്തെ സ്കിറ്റ് കുറച്ചൊക്കെ പാളിപ്പോയി. അത് ഭയങ്കര സങ്കടത്തിലൊക്കെയാണ് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പോകുന്നത്. ഇനി വരാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചില്ല. ഫസ്റ്റ് സ്കിറ്റിൽ അങ്ങനെ പോയി ചെന്ന് ഇങ്ങനെ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. മഴവിൽ മനോരമയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ വരാൻ പറ്റുമോ. അപ്പം ഞാൻ ചോദിച്ചു എന്താ പേരായിട്ടാണ്. അപ്പോൾ പറഞ്ഞു അതേ പേരായിട്ടാണ്, സുധിമോടെ പേരാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഇതായി. ഞാൻ അന്നേരം എനിക്ക് വ്യക്തമല്ല. ഞാൻ രണ്ടാമത് ചോദിച്ചു, ആ വിജിനോട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു അത് സുധിമോ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഫസ്റ്റ് മുതൽ വീഡിയോ കണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഉറപ്പിച്ച് വെക്കുകയാണ് സുധിമോ. സെറ്റായിട്ട് വരുന്നു. അടുത്തോ അവനെ എടുത്തു. ഹലോ ഗൈസ്, ഇവള് സ്റ്റാൻഡപ്പ് കോമഡിക്ക് വരുന്നുണ്ട് ഗൈസ്. ഇവള് പൊളിക്കും ഗൈസ്. അപ്പോൾ സുധിമോടെ കൂടെ വന്നപ്പം എനിക്ക് ഉണ്ടായ ഷോക്ക് അതെൻ്റെ ഹസ്ബൻഡിനും അറിയാം. എൻ്റെ മോനുണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ വിളിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ വിളിച്ചു. അന്നേരവും പറഞ്ഞു അവരിനി ആൾ മാറിയോ വല്ല നമ്പർ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ. കാരണം ഫസ്റ്റ് സ്കിറ്റ് എനിക്ക് കയ്യിൽ നിന്ന് പോയി. അങ്ങനെയൊക്കെ ഞാൻ അവിടെ നിന്ന് വിഷമത്തിലാണ് വന്നത്. പിന്നെ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും സുധിമോളെപ്പോലുള്ള ഒരാളെ കൂടെ ഞങ്ങൾ കാണുന്ന ഫസ്റ്റ് മുതൽ കാണുന്ന ഒരാളാണ്. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും സുധിമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമാണ്. പുള്ളിക്കാരിയുടെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്നതാണ്. അപ്പം ദൈവം തമ്പുരാൻ ആ പുള്ളിക്കാരിയുടെ കൂടെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ തന്നെ വിളിച്ചത്. ഞാൻ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നുകൊണ്ട് പറയുമല്ല, കാരണം ഞാൻ ഈ കാര്യം സുധിമോളോട് നേരിട്ട് തന്നെ ബോധിപ്പിച്ച കാര്യമാണ്. നേരിട്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞ കാര്യം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതുവരെയും പറയാതെ ഇപ്പോൾ വേണമെങ്കിൽ പറയാൻ മതിയായിരുന്നു. പക്ഷേ ഞാൻ ആ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു. എനിക്ക് കണ്ടപ്പോഴേ ഞാൻ ഓടി വന്ന് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അന്നേരം വീട്ടിൽ ഞാൻ ആ ഫസ്റ്റ് സ്കിറ്റ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴും എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അന്നേരം നമ്മൾ മമ്പർ അടിച്ചോ അല്ലെങ്കിൽ അവിടെ എത്ര കിട്ടി അതല്ല,
ഇങ്ങനെ ഒരു പേരിൻ്റെ കൂടെ ചെയ്ത് അത് 4 പേര് ടി വി കൂടെ ഇങ്ങനെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കണ്ടു. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ അതിലിരട്ടി സന്തോഷമാണ് വീണ്ടും ഈ നമ്മൾ ആ പറഞ്ഞ വ്യക്തിയുടെ കൂടെ തന്നെ രണ്ടാമത് പേരായിട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ വിളിച്ചു തന്നെ. അപ്പോഴും സത്യം പറയാം ഇപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്നത് ഇപ്പം രണ്ടാമത്തെ സ്കിറ്റിൻ്റെ ആ ഒരു ഇതിലായി പിന്നെ വന്നിരിക്കുകയാണ് ഇവിടെ. പക്ഷേ ഉള്ള കാര്യം പറയാമല്ലോ, ഈ നെഗറ്റീവ് പറയുന്നവരടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സുധിമോളെ നേരിട്ട് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യം നിങ്ങൾ പറയാൻ പോവരുത്. നിങ്ങൾ വെറുതെ ഒരു കമൻറ്റ് ഇടാനാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കമൻറ്റ് ഇടാം. നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നീ വീഡിയോ കാണാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാതിരിക്കുക. ഇട്ടിട്ട് ഒരാളുടെ മനസ്സിന് മാനസികമായിട്ട് മുറിവേൽപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അത് ദോഷമേ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു, കാരണം നേരിട്ട് ഞാൻ ഇപ്പം 2 പ്രാവശ്യമാണ് ഞങ്ങൾ അടുത്ത് കാണുന്നത്. നേരിട്ട് അറിയാവുന്നത് കൊണ്ട് പറയുക, പുള്ളിക്കാരിയുടെ മനസ്സ് എനിക്ക് മനസ്സിലായ ഒരാളാണ് ഞാൻ, അതുകൊണ്ട് പറയുക. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ നാട്ടുകാർക്കായാലും ഞാൻ ആദ്യം ചെന്ന സമയത്തായാലും സുധിമോളെ പറ്റി അവരെന്നോട് അന്വേഷിച്ചു എങ്ങനെയുണ്ട് ആൾ, എങ്ങനെയാണോ നമ്മൾ ടി വി കാണുന്ന പോലെയൊക്കെയാണോ സംസാരം, എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഈ ഒരുപാട് പേര് ഇങ്ങനെ പറയും ഈ സുധിമോളെ ഞങ്ങൾ അങ്ങനെ ഇത് തരട്ടെ അങ്ങനെ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറയുകയും ചെയ്തു, ഇവരിങ്ങനെ ചോദിക്കുന്നത് എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തുവാ ഒരു സഹായം ഒന്നും ആഗ്രഹിച്ചൊന്നുമില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇരിക്കുന്ന ഭൂമി സത്യമായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു മടി പിടിച്ചിരുന്നപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തു. കാരണം അവരിഷ്ടത്തിൽ തരുന്നത്. അപ്പം നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേനും ആ പുള്ളിക്കാരി പറയുമോ നമ്മൾ അത് പുള്ളി വലിയ ഇത് അങ്ങനെ ഒരു ഇത് വരണ്ട, അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. അന്നേരമാണ് ആ ഒരു കാര്യത്തിൽ, അത് ഞാനിപ്പം വ്യക്തമായിട്ട് അത് പറയുന്നില്ല, അന്നേരമാണ് അതിന് പിന്നെ വേണമെന്ന് വെച്ച് അത് സപ്പോർട്ട് ചെയ്തത്. അല്ലാതെ പുള്ളിക്കാരിയുടെ മനസ്സുകൊണ്ട് ആരുടെ ഒന്നും മോഹിച്ചിട്ടോ ഒന്നുമല്ല. ദൈവം തമ്പുരാൻ കൊടുത്ത ഒരു അനുഗ്രഹമാണ്, ദൈവം തമ്പുരാൻ കൊടുത്ത ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന നിലയെന്ന് പറയുന്നത്. അത് പുള്ളിക്കാരിയുടെ കണ്ണീരും പുള്ളിക്കാരിയുടെ മനസ്സിൽ യാതൊരു കളങ്കവും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഈശ്വരൻ അതിൻ്റെ കൂലി കൊടുക്കുമെന്നുള്ള ഒരു ഉദാഹരണമാണ് സുധിമോൾ എന്ന് പറയുന്ന വ്യക്തി. അതെല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാവർക്കും കിട്ടും. ഇത് ഒരാളുടെ കാര്യമല്ല. പക്ഷേ അത് മനസ്സിൽ നമ്മൾ നന്മകൾ മാത്രം ചിന്തിച്ച് നന്മകൾക്ക് വേണ്ടി മാത്രം. കാരണം ഞാൻ ആ കുടുംബത്തോടുള്ള ഒരു പുള്ളിക്കാരിയുടെ ആ ഒരു കുടുംബത്തോട് കൊടുക്കുന്ന ഇമ്പോർട്ടൻറ്റ്, മക്കളോടായാലും ഹസ്ബൻഡിനോടായാലും നേരിട്ട് ഞാൻ പോലും ഇത്രയും പോലും അത് എപ്പോഴും പറയുന്നതാണ്. കുട്ടികളുടെ കാര്യമൊക്കെ ആണെങ്കിലും നല്ല ഇതായിട്ട് ആ കുടുംബത്തോടുള്ള ഒരു ഐക്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ആരുടെ ഒന്നും ആഗ്രഹിച്ച് ഇതിപ്പോൾ സൗഭാഗ്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ജീവിതം മാറി മറിയാൻ നമുക്കൊരു നിമിഷം മതി. അത് പലർക്കും പല സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുക, എനിക്കാണെങ്കിൽ പുള്ളിക്കാരിയുടെ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ട് ഞാൻ കരഞ്ഞൊരു വ്യക്തിയാണ്. കാരണം നല്ല സങ്കടമായി. കാരണം ഇതുപോലെ ഒരു ഫ്ലോറിൽ വന്ന് ഒരു TV ഷോയിൽ ഒരു വ്യക്തികളും പറഞ്ഞിട്ടില്ല. കാരണം ചിലപ്പോൾ അവർക്ക് ഇതിനേക്കാളും ട്രാജഡി വന്നവരുണ്ടാകും, പക്ഷെ അവർക്ക് പറയാനൊരു നാണക്കേട്, അല്ലെങ്കിൽ 4 പേരെ മുന്നേ എങ്ങനെ ഞാൻ പറയും, അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രചോദനം, ഒരു മാതൃകയൊക്കെയാണ് സുധിമോൾ. കാരണം അത് മനസ്സിലുള്ളത് ഇത് പറയണ്ട, അത് പറഞ്ഞാൽ മതി, അങ്ങനെ ചിന്തിക്കാതെ എന്തൊക്കെ ജീവിതത്തിലുണ്ടായി അത് മൊത്തം ആ ഒരു വലിയൊരു ഫ്ലോറിൽ വന്ന് ഇത്രയും വലിയൊരു ഷോയിൽ വന്ന് പറയണമെങ്കിൽ പുള്ളിക്കാരിയുടെ മനസ്സെന്താണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും സപ്പോർട്ട് ചെയ്യുക. കാരണം അവരിപ്പോഴും ആരുടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ട് ഇടുന്ന വീഡിയോകൾ കണ്ട് ലൈക്ക്, അതൊക്കെ വലിയ നമുക്ക് ചിലവുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കാണുക എന്ന് പറയുന്നത് അത് തന്നെ. അത്രയും നിങ്ങളൊന്ന് ചെയ്യും. വേറെ ഒന്നും പറയുന്നില്ല, വേറെ ഒന്നും പറയാൻ എനിക്ക് ഇപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾ ഇപ്പോൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇനിയും വരും. എനിക്ക് ഇതുപോലെ പുള്ളിക്കാരിയുടെ കൂടെ പെയർ ചെയ്യാൻ എനിക്ക് നല്ല 100-110% എനിക്ക് ഓക്കെയാണ്, എനിക്കിഷ്ടമാണ്. ഞാനെന്നൊരു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, എൻ്റെ കൂടെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇത് ഉണ്ടോ എനിക്ക് അങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ ചോദിക്കണമല്ലോ. പക്ഷേ എൻ്റെ കയ്യിലും ഞങ്ങൾ ചെറിയ ഇതൊക്കെ വരും. കാരണം എനിക്ക് ഈ ഫ്ലോർ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വരാത്തതുകൊണ്ടുള്ള ടെൻഷന് അത് ഇച്ചിരി കൂടുതലായിരുന്നു. അത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ എവിടെയും പറയും. ആ ഒരു ഇതേ ഉള്ളൂ. വേറെ ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഒരു ഇതും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുള്ളിക്കാരി അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും പറയാനുള്ള ഇതുണ്ടായത്. അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ മാനസികമായിട്ടൊരു പൊരുത്തം അല്ലെങ്കിൽ ഇത്രയും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയണ്ടേ, ഇത് ഒരുപാട് ജീവിതം കണ്ടറിഞ്ഞ് കഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇതുപോലെ വന്നവർക്കൊക്കെ അറിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് അതേ പറയാനുള്ളൂ. ഒത്തിരി നന്ദി.
ഈ എക്സ്പീരിയൻസ് ഇവളെ ഞാൻ ആദ്യം കണ്ടപ്പോഴേ ഇവള് ഈ ഒരു ഇത് എൻ്റെ അടുത്ത് കാണിച്ച് എന്നെ കണ്ടപ്പോഴത്തേക്കും ഏതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി സത്യം പറഞ്ഞു ഓർത്ത. ഇവളെൻ്റെ പേരാട്ടെന്നെ വിളിച്ച് എനിക്ക് എന്താണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ വലിയ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒത്തിരി അഭിനയിക്കോ ഒന്നും അറിയത്തില്ല. ഇപ്പം ഞാൻ ഇവളടുത്ത് ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞ് തവളൊന്ന് കാണിച്ചു തരായിരുന്നു സ്മൃതി അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന സമയത്ത് എനിക്കങ്ങനെ ഞാനിവിടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്, ചേടി നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ വലിയ ആർട്ടിസ്റ്റൊന്നും അല്ല, ഒരു കിണ്ടി അറിയാൻ മേല എനിക്ക്. അവിടെ അപ്പം ഇവർക്ക് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ശരീരമൊക്കെ വിറച്ചിട്ട് വലിയ നടിമാറടുത്തൊക്കെ നിൽക്കുന്ന ഫീലിംഗ് ഒക്കെ എൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എന്തേ പക്ഷേ എനിക്ക് ചേച്ചിയുടെ പേര് കളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൈയും കാലും വിറച്ചിട്ട് മേലെ ഇത്ര ഇങ്ങനെ അടുത്ത് കണ്ടിട്ട് എനിക്ക് കൈ വിറയ്ക്കാണ് കാല് വിറയ്ക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തിന് ചേച്ചിയെ പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് മുന്നേ ഞാൻ ആർട്ടിസ്റ്റൊന്നും അല്ല, ഏതാണ്ട് മെച്ചിങ്ങ മുയലിൻ്റെ തല തേക്കാൻ വീണ പോലത്തെ ഒരു സാധനമാണ് ഞാൻ, അല്ലാതെ എനിക്കൊരു കഴിവും ഒന്നുമില്ല. നീ എന്നാണോ അത് തന്നെ ഞാനും, എനിക്കും അറിയാതെ ചുമ്മാ വളവള സംസാരിക്കാം, നീ എൻ്റെ അടുത്ത് പേടിക്കൊന്നും വേണ്ട, പിന്നെ 5 10 ബമ്പറെന്നൊന്നും വിചാരിക്കണ്ട, കിട്ടട്ടെ ആ ലെവലിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ മാത്രമാണ് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നീ ടെൻഷനൊന്നും അടിക്കണ്ട, നീ എന്നെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ടാൽ മതി അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ആദ്യമായിട്ടൊരു ഫ്ലോറിൽ വന്ന് കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു കമൻറ്റ് വരുന്നത് കേട്ട്, ഇവൾ എന്നെ ആർട്ടിസ്റ്റാണെന്നാണ് പറയുന്നത്, ചുമ്മാ കെട്ടിയോൻ്റെയും മക്കളെയും അമ്മായിമ്മയുടെ അമ്മായിച്ചിൻ്റെ കുറ്റം പറയുന്നവരൊക്കെ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഈ ലോകത്തുള്ള മരുമക്കൾ മൊത്തം ആർട്ടിസ്റ്റുകളാകുമെന്ന് പറയുന്നതായിരുന്നു. ശരിയല്ലേ? അതാണ് ഞാനിവിടെ വന്ന് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്, അതാണ് ആ കമൻറ്റിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അത് ആ രീതിക്ക് നമ്മൾ ആ സ്റ്റാൻഡപ്പിൽ കൂടെ അവതരിപ്പിച്ചതൊക്കെയായിരുന്നു. എന്താണെങ്കിലും ആ ജനങ്ങൾ എന്നെ ആ സമയം ഏറ്റെടുത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയെന്ന് തോന്നുന്നു. പിന്നെ ഇവളുടെ എക്സ്പീരിയൻസ് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര എന്തോ ഒരു വിറയലോ പേടിയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെക്കാളും കൂതറയാണെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി സമാധാനപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞാൽ ശരിയാണ്, ഞാനിപ്പോൾ ഇവള് പറഞ്ഞപ്പോഴാണ് ആ സംഭവം ഓർത്തത്. എനിക്കൊരാൾ എന്തോ ഒരു സാധനം മേടിച്ച് തരാമെന്ന് പറഞ്ഞ് വോയിസ് ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ തട്ടി വിടും. പിന്നെ കോൾ വിളിക്കുമ്പോഴൊക്കെ എടുക്കാതെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് അതെന്നെ ചേച്ചി അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ സാധനം എന്തോ സാധനം അയച്ചു തരാനാണ് ഇങ്ങനെ ചോദിക്കുന്നത്, നമ്മളൊത്തിരി വിലയുടെ സാധനമൊക്കെ എങ്ങനെയാണ് പറയുന്നത്, വേണ്ടെന്ന് പറയാൻ ചേച്ചി അങ്ങനെ ചെയ്യരുത്, ചേച്ചിയുള്ള സ്നേഹം കൊണ്ടല്ല അങ്ങനെ ചെയ്യരുത് ചേച്ചി, അഡ്രസ്സ് അയച്ചു കൊടുക്കുന്നതും പറഞ്ഞിട്ട് ഇവിടെ ബഹളം വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനുള്ള മറ്റേ സ്റ്റാൻഡ് അപ്പം അങ്ങനെ ഇവളുടെ നിർബന്ധത്തിലാണ് അഡ്രസ്സ് ഞാൻ അയച്ചു കൊടുത്തത്. അതാ പറഞ്ഞ് ഞാൻ ആരുടെ അടുത്തും ഒന്നും ചോദിച്ചിട്ടില്ല, എനിക്ക് ഇത് തരാമോ അല്ലെങ്കിൽ അത് തരാമോ, എനിക്കൊന്നും ഇല്ലാത്തതാണ്, ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ആൾക്കാരെന്തോ പറയുന്നത് കേട്ടാലോ അവർക്ക് ഞാൻ എന്തോ ആൾക്കാരുടെ അടുത്ത് കെഞ്ചണതുപോലെ സംസാരിക്കേണ്ടി. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കമൻറ്റ് എനിക്ക് വന്നു, നീ വലിയ അഹങ്കാരിയൊന്നും ആകണ്ട, അഹങ്കരിച്ചോ കുഴപ്പമില്ല, അഹങ്കരിക്കരുത്, അല്ലെങ്കിൽ ഞങ്ങൾ പിരിവിട്ട് നിനക്ക് സ്ഥലം മേടിക്കാൻ കാശ് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് നീ അഹങ്കരിക്കാതെ. ഞാൻ ഒരു അഹങ്കാരവും ഇല്ല, ഞാൻ എന്ത് കണ്ടിട്ട് അഹങ്കരിക്കാതെ, ഞാൻ ഒന്നും അറിയാത്തതുകൊണ്ടാണ്. അത് നേരിട്ട് അറിയുന്ന ഒരാളായിട്ട് എനിക്ക് പറയാം, അങ്ങനെ അഹങ്കാരം എന്ന് പറയുന്ന ഒരാളെ അല്ല. നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ചൊരു വീട്ടിൽ നിന്ന് വന്നതുപോലെയാണ് നമ്മളോടൊക്കെ ഇടപെടുന്നത്. വേറൊരാളായിട്ട് വന്നത് എനിക്കിപ്പം ആദ്യം ഞാൻ ആ പേടിച്ചതാണെന്ന് പറഞ്ഞു. പേടിച്ചെന്ന് വെച്ചാൽ ഈ വീഡിയോ ആദ്യം പോലെ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരാളാണ് സുധിമോടെ വീഡിയോ മൊത്തം. ആ കണ്ടിട്ട് വന്നിട്ട് ഈ നേരിട്ട് കാണുമ്പോൾ അതും പേരായിട്ട് നേരിട്ട് ഇന്ന ആടെ കൂടെ ആണെന്ന് പറയുമ്പോൾ വേറെക്കോ ഒരു ഷോക്ക് നമുക്കുണ്ടാകുന്നൊരു സന്തോഷമോ എന്തോന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ഫീലിംഗ് എനിക്ക് ശരിക്കും ഞാൻ അനുഭവിച്ചതാണ്. അതാണ്, അല്ലാതെ പേടിക്കാനും പുള്ളിക്കാരും നമ്മളെ ആ ഒരു അത്രയ്ക്കും നല്ല രീതിയിൽ സംസാരിക്കുന്നതായാലും നമ്മളെ വേറെ ആളായിട്ടൊന്നും അല്ല, നല്ല രീതിയിൽ നമ്മൾ ആ വീട്ടിലെ മക്കളോട് സംസാരിക്കുന്ന പോലെ കൂട്ടുകാരിയുടെ ആയാലും വീട്ടിലുള്ളവരോട് എടുത്തോട്ടെ. എൻ്റെ 1 ലക്ഷം രൂപ കളഞ്ഞോളാം, പറ. എൻ്റെ 1.5 ലക്ഷം രൂപ കളഞ്ഞോളാം, പറ. എന്നെ പിടിച്ച് തള്ളി എൻ്റെ നടുവയ്യാതാക്കി 1.5 ലക്ഷം. ആ കഥ എന്നാന്ന് പറയട്ടാ.
അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ കമന്റ് ഇടുന്നവർക്ക് എനിക്ക് അതേ പറഞ്ഞ അഹങ്കാരം എന്ന് പറയുന്നത് അത് ഈ പറയുന്നത് പോലെ അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ വയ്യാതെ വിട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു പോകുന്ന കമന്റ്സ് ആണ് അതൊക്കെ. അതേ എനിക്ക് പറയാനുള്ളൂ. നീ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഈ ആൾക്കാർ എന്ത് പറയാം കമന്റ് ഇടാൻ പോണെന്നറിയാം. ആ കൊച്ചിനെ എന്തോ അവൾ കാശ് കൊടുത്ത് പറയിപ്പിച്ചെന്നുള്ള കമന്റ്. എന്റെ അമ്മ സത്യമല്ല, എന്നെ സ്നേഹിക്കുന്നവരല്ല കേട്ടോ അങ്ങനെ കമന്റ് ഇടുന്നത്. എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. അത് 100 തേങ്ങ ഇടുമ്പോ ഒരു പേട്ട് തേങ്ങ ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമാണ്. അങ്ങനെയുള്ളവരുണ്ട്. കാരണം അവര് നോക്കുമ്പോൾ അവര് അവള് ഇത്രയൊക്കെ ആയി, അവർക്ക് ഇത്രയൊക്കെ ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടി, എങ്ങനെ സഹിക്കും? അങ്ങനെയുള്ളവരാണ് ഈ കമന്റ് ഇടുന്നത്. അത് നമ്മൾ മൈൻഡേ ചെയ്യണ്ട. ഈ 100 കണക്കിന് പേരാണ് സപ്പോർട്ടുള്ളത്. ഈ വിരലിൽ എണ്ണാവുന്ന പേരേ ഉള്ളൂ നെഗറ്റീവ് പറയുന്നത്. അത് നമ്മൾ കാര്യമാക്കണ്ട. കാരണം അങ്ങനെ പറയും. കാരണം ജനങ്ങൾ പല വിധമാണ്. അവരിൽ എല്ലാവരും ഒരേ മനസ്സുള്ളവരോ ഒരേ രീതിയുള്ളവരോ അല്ല. അപ്പോൾ അവർക്ക് ഇത് സഹിക്കാൻ വയ്യാതെ അവർ പിടിവിടുമ്പോഴാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഒരാളെ കാണണമെന്നില്ല, അവരുടെ കമന്റിലൂടെ മനസ്സിലാക്കാം അവരുടെ ഉള്ളിൽ എന്താണ്, അവരെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ, അല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇത്ര ആൾക്കാർ കമന്റ് ഒക്കെ വിട്ടാൽ എനിക്ക് ടെൻഷനും വിഷമൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ചിരിയും വിഷമവും ഒരുമിച്ച് വന്നൊരു കമന്റ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടപ്പോൾ എന്ത് ചെയ്യട്ടെ എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ഐഫോൺ മേടിച്ച് തന്നെന്ന് പറഞ്ഞാൽ അതിലൊരു കമൻറ്റ്, ഒത്തിരി ബാഡ് കമൻറ്റ് 3 വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് എന്നെ ജാതിപ്പേര് വിളിച്ചിട്ട് പുലയത്തി നീ നന്നായല്ലേ എന്നും പറഞ്ഞൊരു കമൻറ്റ് വിട്ടിട്ടുണ്ട്. അതായത് ജാതിപ്പേര് വിളിച്ചിട്ട് ആ സമയം എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കയ്യും കണക്കില്ല. അവസാനം അവർ ആ മെസ്സേജ് സ്വന്തമാണ് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. കാരണം എല്ലാവരും അവരെ എന്നെ പുലയത്തിൽ നിന്ന് വിളിച്ച് ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചപ്പോഴത്തേക്കും അതിന് മറുപടിയുമായിട്ട് ഇഷ്ടം പോലെ ജനങ്ങൾ വന്നിട്ട് അവരെ ഇതാക്കുന്നുണ്ടായിരുന്നു. അതുതന്നെയല്ല ആ എന്നെ ജാതിപ്പേര് വിളിച്ചതിന് റിയാക്ട് ചെയ്ത് കുറേ വീഡിയോസ് ചെയ്തവരുണ്ട്. അങ്ങനെ എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും സങ്കടമാണ് വന്നത്. ഞാൻ പുലയത്തിയാന്ന് പറയുന്നതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല. എന്താ ഊരണോ പറയുന്നതിൽ എനിക്ക് ഒരു സങ്കടമില്ല. കാരണം എനിക്ക് അന്തസ്സമുള്ളൂ നമ്മുടെ സ്വന്തം ജാതിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ വിഷമം? എനിക്കൊരു വിഷമവുമില്ല. പിന്നെ അത് എനിക്ക് എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞ് സുധി ഒരു കേസൊക്കെ കൊടുക്കുക, ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചാൽ അത് വൻ വകുപ്പാണ്, ജാമ്യം കിട്ടാത്ത വകുപ്പാണെന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ അത് വേണ്ട എന്ന് വെച്ച് വിട്ട് കളഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. എന്നാ ഈ വിവരമില്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, എന്ത് വേണമെങ്കിലും കമൻറ്റ് ഇടും. പക്ഷെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു ജാതിപ്പേര് വിളിച്ചെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വിവരമില്ലായ്മയല്ലേ. കാരണം ഒരാളുടെ ജാതിപ്പേര് വിളിക്കാൻ പാടില്ല. SC വിഭാഗത്തിൽപ്പെട്ട എൻ്റെ ജാതിപ്പേര് വിളിച്ച് എന്നെ ആക്ഷേപിച്ച് ശരിക്കും പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പ് തന്നെയാണ്. അപ്പോൾ അത് ഒരു സ്റ്റേഷനിലോ അല്ലെങ്കിൽ അറിയാവുന്നതിനോട് അന്വേഷിച്ച് അറിയാൻ പറ്റും ആ വകുപ്പ് ഏത് വകുപ്പിൽ പോകണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരെ ഡിലീറ്റ് ആക്കി കളഞ്ഞായിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ വ്യക്തിനെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. എനിക്ക് അങ്ങനെ ഒരാളെ ദ്രോഹിക്കണമെന്ന് ഞാൻ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളായിട്ട് എൻ്റെ ഭർത്താവുമായിട്ട് നന്നായിട്ട് ജീവിക്കണം. ഇതുവരെ ജീവിക്കാത്തൊരു ജീവിതം എനിക്ക് ജീവിക്കണം. എനിക്ക് കിട്ടാത്ത എൻ്റെ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും എൻ്റെ മക്കൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞു, എന്ത് വേണേലും ചെയ്തോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ വിട്ട് കളയുള്ളത്. അപ്പോൾ ഇവളെ എനിക്ക് കാണിക്കുന്നത് എൻ്റെ പേരല്ല. എനിക്ക് ഞാൻ ആലോചിച്ച എന്തോന്നറിയോ, ഇവരിങ്ങനെ പറഞ്ഞ് അവരെ അധിക്ഷേപിച്ചല്ലോ. അവരപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഡെയിലി കാണുന്നുണ്ടോ? അതാണ് ഈ സുധിമോടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ കാണുന്നുണ്ട്. ഈ നെഗറ്റീവ് പറയുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ടല്ലേ അവർ പറയുന്നത്. അപ്പം കാണാനുള്ളൊരു മനസ്സ് അവർ കാണിക്കുന്നുണ്ട്. അതിന് വലിയൊരു നന്ദിയുണ്ട് കേട്ടോ. പറയാനുള്ളത് പറഞ്ഞു. അത് എഴുത്തിലൂടെ നമ്മളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ചെയ്യുന്നതിലൂടെ അവർ പറയുന്ന അത്രേ ഉള്ളൂ അവരുടെ മനസ്സിലുള്ളത്. വേറെ ഒന്നുമില്ല. കാരണം അവരൊക്കെ എന്ന് പറയുമ്പോൾ കിട്ടാത്തത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത് നമ്മൾ നേരിട്ട് അറിയാവുന്നവരൊക്കെ ഉണ്ട്. ഇതേപോലെ ഒരാൾ നന്നാകുമ്പോൾ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് പറയില്ല. അത്രേ ഉള്ളൂ ഇത്. അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിളിച്ച് പറയുന്നത്. ഇത് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇതിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കത് യാതൊരു പ്രശ്നമില്ല എന്നെ പറയുന്നെങ്കിലും. ഞാൻ പിന്നെ സുധിമോടെ ഒരു വീഡിയോയിൽ ഒരാൾ നെഗറ്റീവ് ഇട്ടപ്പോൾ ഞാൻ ആ പുള്ളിയുടെ കമൻറ്റിന് താഴെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യത്തെ മറ്റേ സ്കിറ്റ് വന്ന സമയത്തായിരുന്നു. അത് ഞാൻ റിപ്ലൈ കൊടുത്തതാണ്. ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞില്ല, എനിക്കതൊക്കെ കൊടുത്തേ പറ്റുള്ളൂ. ചേച്ചി എന്താണെന്നും ചേച്ചിയുടെ സ്വഭാവം എന്താണെന്നും അറിയാത്ത ആൾക്കാർ പറയുമ്പോൾ അത് ഞാൻ ചേച്ചിനെ അടുത്തറിഞ്ഞപ്പോഴത്തേക്ക് അത് പറയണ്ടെന്ന് ചോദിച്ചാണ് ഞാനിത്. ഞാൻ പറയും വേണ്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്.
പിന്നെ ആ ചേട്ടൻ നമ്മുടെ 1.5 ലക്ഷം രൂപയുടെ കഥ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, ഒരു പ്രാവശ്യം ഞാൻ എന്തോ തമാശ പറഞ്ഞൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ തമാശ പറഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറയാൻ ചിരിക്കും. അപ്പോൾ പുള്ളിയുടെ കാല് സുഖമില്ലായിരിക്കും, അത് മുട്ടിന് എന്തോ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ആയിട്ടിരിക്കുന്നത്. ഞാൻ അട്ടകത്തിൽ ഇങ്ങനെ അടിച്ച് ചിരിച്ചതാണ്. പുള്ളി മറിഞ്ഞ് വീണ് സോഫയിൽ വീണ് കാല് പിന്നെയും പ്രശ്നമായി. കാലിന് പിന്നെയും പ്രശ്നമായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 1.5 ലക്ഷം രൂപ ഒന്നും ചിലവായി കാണുകയല്ല, അതൊക്കെ പുള്ളി തള്ളിയതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നാൾ വരാണ്ടിരുന്നു, കാല് വയ്യാതായി പോയായിരുന്നു. അതാണ് ആ പറഞ്ഞത്. എൻ്റെ അത് പിന്നെ എന്നെ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും പറയുന്നത് എൻ്റെ 1.5 ലക്ഷം രൂപ കളഞ്ഞോളാം, എൻ്റെ 1.5 ലക്ഷം രൂപ കളഞ്ഞോളാന്ന് എപ്പോഴും പറയും കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയൊക്കെയാണ്. ഇതുവരെ എൻ്റെ ചാനൽ ആരും കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.